മൂന്നാറിന്ന് തിരിച്ചു വരുമ്പോൾ പുറമേന എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വെളുപ്പിനെയും പറഞ്ഞു എൻ്റെ അടുത്ത് ഈ പുറത്ത് വേദന. അപ്പോൾ എനിക്ക് ഇതെന്താ പോകാത്തതെന്നൊരു ചെറിയ തോന്നലുണ്ട്. ഈ വേദനയും വെച്ചുകൊണ്ട് ഞങ്ങളുടെ മൂന്നാർ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ കരയിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ കയറി ഫോറസ്റ്റ് ഓഫീസിലാണ് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കയറി എറണാകുളത്ത് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മറ്റേ പൊള്ളാച്ചി റോഡിലാണ് വന്നത്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുറം. അപ്പം ഞാൻ സുഖട്ടാ എന്നാൽ സിഗരറ്റ് വലിക്കാതെ അതങ്ങ് കാണാം. അപ്പം സിഗരറ്റ് വലിക്കും പുള്ളി. അതുകൊണ്ടൊന്നും അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതാണ് വാസ്തവത്തിൽ എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ കരുണാകര സാറിൻ്റെ മകള് പത്മജ, ഡോക്ടർ വേണു, പത്മജയുടെ ഹസ്ബൻഡ് ഡോക്ടറാണല്ലോ. അപ്പം കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് അന്നേ വളരെ അടുപ്പമുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടർ വേണുവിനെ വിളിച്ചു. ഇങ്ങനെ സുഖം രാവിലെ പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരാം, ഡോക്ടറെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. അന്ന് ഡോക്ടർ കമ്മത്തോ അങ്ങനെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വന്ന് BP നോക്കിയോ, BP ഉണ്ട്. ഇത് ECG എടുത്തപ്പോൾ നല്ല വേരിയേഷൻ കാണിക്കുന്നു. അയ്യോ ഇത് നമുക്കൊന്ന് അഡ്മിറ്റ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കിടത്തി. അങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്തത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല കുറവ് തോന്നി. അപ്പോൾ ഒരു സൈഡ് റൂമിലേക്ക് മാറ്റി. അപ്പോഴും എൻ്റെ ചേട്ടൻ പിന്നെ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റേണ്ടിയില്ലായിരുന്നല്ലോ, ഒരു നല്ല അറ്റാക്കാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു കാര്യം മാത്രം നമ്മുടെ കയ്യിലല്ലല്ലോ. അത് ഇങ്ങോട്ട് വരുമ്പോഴേ അദ്ദേഹം തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഇന്ന സമയത്ത് പോകുമെന്നുള്ളത്. അപ്പോൾ അത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് ചാരി ഇരുന്ന് പേപ്പർ വായിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ഒരു വിലക്ക് പോലെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സുഖട്ടാ എന്നാൽ നടക്കാതെ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചപ്പോൾ സിസ്റ്ററോട് എന്നിട്ട് അയ്യോ സാർ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉടുപ്പിടാതെ പുറത്ത് നടക്കാൻ വലിയ മടിയാണ്. അപ്പോൾ ചുമ്മാ ഒരു ഷർട്ട് എടുത്ത് ഞാൻ അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വേണ്ട സാറേ വീൽ ചെയറിലിരുന്ന് ഇനി ഒന്നും ചെയ്യണ്ട, അനങ്ങാതിരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ICUവിലോട്ട് കയറ്റുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അദ്ദേഹം ഇങ്ങനെ എന്നെ ഒന്ന് നോക്കി. എന്തോ ഇങ്ങനെ കണ്ണുകൊണ്ടൊരു ആശ. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഇന്ദ്രനുണ്ട് അവിടെ. ഇന്ദ്രനപ്പോൾ ഊണ് കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ദ്രൻ കൂടി വന്നു. എന്നിട്ട് ഇന്ദ്രൻ്റെ അകത്ത് കയറി ഇങ്ങനെ അടുത്ത് നിൽപ്പുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ പോവുകയാണോ എന്നൊരു സംശയം, ഡോക്ടർമാരില്ല എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കാണും. അപ്പോൾ എനിക്ക് അതും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം കുറവായി എന്നും പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്ന ആളല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് അറ്റാക്ക് പോലെ വന്നതായിരിക്കാം, ഒരു മാസീവ് അറ്റാക്ക് വന്നതായിരിക്കാം. ഏതായാലും ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോഴത്തേക്കും അദ്ദേഹം പോയി. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക സ്ഥലത്ത്. ഇതെല്ലാം നമ്മളിങ്ങനെയൊക്കെ ഒരു ആശുപത്രിയിൽ പോയി കിടന്ന് അങ്ങനെ ഒരു ലക്ഷണങ്ങളൊന്നും വലുതായിട്ട് കാണിച്ചില്ല. ഈ സിഗരറ്റ് വലി ഉണ്ടെന്നുള്ള അല്ല അത് നിർത്തണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഡയബറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പറയും. അതിങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് കയറി വരാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം ഒരു ഓർക്കാപ്പുറത്ത് തലയ്ക്ക് കിട്ടിയ ഒരു അടിയായി പോയത്. കുഞ്ഞുങ്ങൾ 10ഉം 12ഉമാണ്. അപ്പോൾ ഇന്ദ്രൻ 12 എഴുതിയിട്ട് നിൽക്കുന്നു, രാജു 10ലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതെല്ലാം കഴിഞ്ഞ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ചേട്ടനുണ്ട്. ചേട്ടൻ പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്ന് എത്തി. അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട്. അങ്ങനെ പോയി ഞാനിപ്പോൾ പറഞ്ഞു എനിക്കിനി രാജുവിനെ ഹോസ്റ്റലിൽ നിർത്താനൊക്കത്തില്ല, സൈനിക സ്കൂളിൽ നിന്ന് എഴിഞ്ഞ് പുറത്തേക്ക് എടുക്കണം, ഒരാളെൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനെ തമിഴ്നാട്ടിൽ കൊണ്ട് ചേർത്തിട്ടിരിക്കുക. പക്ഷെ അവിടെ അന്ന് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ എന്താണ് SA രാജാക്കോ, അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ അവിടെ നോക്കുന്നത്. അവർക്കൊക്കെ സുഖത്തിനെ നേരിട്ടറിയാം. നാഗർകോവിൽ ജോലി ചെയ്യുന്ന കാലത്തെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ലെക്ചറായിട്ടൊക്കെ അദ്ദേഹം അവിടെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണെന്നറിയത്തില്ല, ഇന്ദ്രനോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് അവന് തനിയെ ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷൻ ഇന്ദ്രന് കൊടുത്തു. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയാകുമ്പോൾ മോനെ ഇനി വിളിച്ചുകൊണ്ട് വരും 2 ദിവസം. അവൻ രാജുവിനെ ഇവിടെ ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ അവിടെയും ചേർത്തു. പക്ഷേ അവന് പറ്റിയ ഭാഗ്യം എന്ന് പറഞ്ഞത് സൈനിക സ്കൂളിലെ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് സാറ് പ്രേംസി നായർ എന്ന് പറയാം, അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ പ്രിൻസിപ്പലായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഒരു വല്ലാത്ത അത് അവന് ഭയങ്കര സന്തോഷമായി. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാറാണ് അദ്ദേഹം. അമ്മയെ PCN സാറാണ് ഇപ്പോൾ അവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും സന്തോഷം. പിന്നെ മോനെ കൊണ്ടുവിടും, വിളിച്ചുകൊണ്ട് വരും. കൊച്ചുമോൻ എപ്പോഴും കാണും. ഇന്ദ്രൻ വീക്കെൻഡിൽ വരും. അത് എന്തോ ഭാഗ്യത്തിന് ഇന്ദ്രനും ഡിസ്റ്റിങ്ഷൻ 78% മാർക്കുണ്ട്. കമ്പ്യൂട്ടർ സയൻസൊക്കെ പാസ്സായി ഒക്കെ എല്ലാം കൂടെ. പിന്നെ ഇങ്ങനെ അങ്ങ് പോയി ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പെയ്തൊഴിയാതെ സീരിയൽ. അപ്പോൾ KK രാജീവ് വസതിയിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് KK രാജീവിനോട്
ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനിതൊന്നും ഇനി ജീവിതമേ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ രാജീവ് ഒരു ചേച്ചി ചേച്ചിയെ വിളിക്കാൻ, അപ്പോൾ AR എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസറുണ്ട്. ഇതിനകത്ത് ചേച്ചിക്ക് അറിയാമോ, ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ വരുന്നു, ജയഭാരതി അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവരൊക്കെ വന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം ആവാറായി, 8-9 മാസം കഴിഞ്ഞു. മക്കൾ 2 പേരും കൂടെ അങ്ങ് തുടങ്ങി, അമ്മയ്ക്ക് അറിയാവുന്നൊരു ജോലി, അമ്മ അഭിനയിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയാം, ആരും പറഞ്ഞു തരണ്ട, അമ്മ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ അമ്മൂമ്മയുടെ അടുത്ത് അയ്യോ ദൈവമേ ഇങ്ങനെ ഒരു ഗ്രഹപ്പഴം വന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലേ പ്രഷറും അതും ഇത് ഇല്ലാത്ത അസുഖങ്ങളും കൂടെ വരും. ഇതാകുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കേണ്ട. രാജീവേട്ടൻ പറഞ്ഞ കേട്ടോ, വൈകിട്ട് ഒരു 7 മണി വരെയൊക്കെ നിന്നാൽ മതി, കാലത്തെ ഒരു 8-8:30 ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. പോകുമ്പോൾ അമ്മയ്ക്ക് അത്രയും സമയം അങ്ങ് പോയി കിട്ടും. അമ്മയ്ക്ക് അറിയാവുന്ന, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജയഭാരതി ചേച്ചിയും തിലകൻ സാറും ഒക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത് അന്ന് ഇവർ നിർബന്ധിച്ച് എന്നെ വിട്ടത് വലിയൊരു ഒരു അനുഗ്രഹമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുക. കാരണം ഞാനൊരു 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കുറേശ്ശെ മാറി. ഈശ്വര, ഞാൻ ഈ ലോകത്തായിരുന്നല്ലോ കുറേ കാലമേ, സുഖേട്ടനെ കണ്ടുമുട്ടിയത് വരെ അങ്ങനെ ആണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അത് തുടങ്ങി. അത് കഴിഞ്ഞ് അതങ്ങോട്ട് കയറി ഹിറ്റായപ്പം രാജീവ് തന്നെ അടുത്ത സീരിയൽ പൊരുത്തം, പിന്നെ 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 കുറേ സീരിയലുകളൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരാം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റോമിയോ ആണെന്ന് തോന്നുന്നു, ദിലീപിൻ്റെ അമ്മയായിട്ട് ആദ്യമായിട്ട് ഞാൻ രാജസൻ സാറ് പിന്നെ വിളിച്ച് ഞാൻ അഭിനയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഏറ്റവും പിന്നെ ഇപ്പം ഈ ജൂഡിൻ്റെ ഈ സാറാസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് കുറച്ചുകൂടെ അടുത്തടുത്ത സിനിമകൾ ഇങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് മറ്റേ മെരിലാൻഡിലെ വിശാഖും നിവിനും നമ്മുടെ അജു ധ്യാൻ, ഇവരെല്ലാവരും കൂടെയാണ് എന്താണ് ഫണ്ടാസ്റ്റിക്കോ എന്ന് പറഞ്ഞൊരു പേരിൽ എടുത്തതാണ് ഈ ലവ് ആക്ഷൻ ഡ്രാമ. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു സംഭവമായിപ്പോയി അത് വാസ്തവത്തിൽ. അതുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈശ്വര എന്ത് നല്ലതാണ്, മനസ്സിന് എന്തൊരു സുഖം ഈ കൊച്ചു പിള്ളേരുടെ തമാശയും കളിയൊക്കെ കണ്ടുകൊണ്ട്. നമ്മളൊരു അമ്മൂമ്മയുടെ പ്രായമുള്ളത് കൂട്ടിക്കോ, എന്നാലും നമ്മൾ അവരുമായിട്ട് അങ്ങ് ചേർന്നു. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് പിന്നെ കുറച്ച് സജീവമായി മീഡിയയിൽ. സത്യം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ കേരളത്തിലെ എല്ലാ മീഡിയയും ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും ചിലപ്പോൾ വല്ല ഒന്ന് കുത്തി ഒരു വ്യക്തി എഴുതിയാലും മീഡിയയ്ക്ക് മൊത്തത്തിൽ എന്നോട് സ്നേഹമാണ്, യാതൊരു സംശയമില്ല. തളരാത്ത അമ്മയുടെ ഈ മനസ്സിനെ തളർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നതെന്താണ്? അല്ല, എന്നെ തളർത്തിയ ഒരൊറ്റ സംഭവമുള്ളൂ, സുഖേട്ടൻ്റെ വിയോഗം. പിന്നെ ഒന്നും എന്നെ തളർത്താറില്ല. എനിക്കങ്ങനെ മക്കൾ, ഞാൻ ചുമ്മാ തമാശ പറയാൻ വന്നില്ല, കണ്ടില്ല, പക്ഷെ എനിക്കറിയത്തില്ല അവരുടെ ജോലി എന്തോ എന്നുള്ളത്. ഞാനും അവിടെ നിൽക്കുന്നേ. എനിക്കെന്താ വെച്ചാൽ ഞാൻ പല ഇന്റർവ്യൂസിനും കണ്ടപ്പം അമ്മയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, സാറിൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം, പ്രണയം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വൈഫാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 100%. എനിക്ക് അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് ഇന്നും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എന്ത് കാര്യത്തിനും ഞാൻ കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു അവസാനം എടുക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിന് അതിൻ്റെ പുറത്തൊരു വലിയ ഇൻഫ്ലുവൻസ് കാണും. അങ്ങനെ ഞാൻ എടുക്കാറുള്ളൂ. അതിപ്പോൾ തന്നെ ഈ പലരും നമ്മുടെ എന്തെങ്കിലും എഴുതുമ്പോൾ ഇഷ്ടപ്പെടാത്തവർ ട്രോൾ ചെയ്യുകയോ അല്ലെ കമൻസൊക്കെ എഴുതി ചെയ്യുമ്പോൾ എനിക്ക് അതിനൊന്നും ഒരു ദേഷ്യവും ഇല്ല. നമുക്കായി എഴുതിയിരിക്കുന്നവൻ്റെ പേര് വായിക്കുമ്പോൾ അറിയാം എന്തോ ഉദ്ദേശം. അതുകൊണ്ട് അത് അവരുടെ വയറ്റിപ്പഴപ്പ് വിട്ടേക്കും. അതുകൊണ്ട് അവർക്ക് ആ യൂട്യൂബിനകത്ത് അവർ നടത്തുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് കമൻറ്റ് എഴുതിയോ ഒക്കെ ആളാവാൻ പറ്റിയ ഒരു അവസരമാണ് അല്ലേ. എല്ലാവർക്കും ഒരേ വേദി കിട്ടത്തില്ലല്ലോ ആളാവാൻ, ഓരോരുത്തരും ഓരോ രീതിയിൽ ഒരാളാവട്ടെ. അതെ, അപ്പോൾ അതുകൊണ്ട് ചീത്ത വിളിച്ചും ആളാവാം, നല്ലത് പറഞ്ഞും ആളാവാം, അത് ഓരോരുത്തരുടെ ചോയ്സ്, ഇറ്റ് ഡിപ്പെൻഡ്സ്, അത്രയേ ഉള്ളൂ.